കുട്ടികളെ, ഇന്ന് നമ്മൾ നോക്കുന്നത് ഇൻ ദ ബസാസ് ഓഫ് ഹൈദരാബാദ് എന്ന് പറയുന്ന ഒരു പോയമാണ്. എഴുതിയിരിക്കുന്നത് സരോജിനി നായിഡു. സരോജിനി നായിഡു എന്ന് പറയുന്നത് ആരാണ്? ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സരോജിനി നായിഡു എഴുതിയിരിക്കുന്ന ഒരു കവിതയാണ് നമ്മൾ ഇന്നത്തേൽ നോക്കുന്നത്. അത് ഒരു 4-5 സെക്ഷൻസ് തന്നെ ഉണ്ട്. പോയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് സരോജിനി നായിഡുവിനെ കുറിച്ച് കുറച്ചൊരു കാര്യം പറയാം. അല്ല, കുറച്ച് കാര്യങ്ങൾ. അതായത് നമ്മൾ പറഞ്ഞു ഇന്ത്യയുടെ വാനമ്പാടി എന്നാണ് അറിയപ്പെടുന്നതെന്ന്. വാനമ്പാടി, ഇന്ത്യയുടെ വാനമ്പാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നൈറ്റിംഗേൾ ഓഫ് ഇന്ത്യ എന്നാണ് ആരറിയപ്പെടുന്നത്? സരോജിനി നായിഡു അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ അറിയപ്പെടുന്നത്? കാരണം എന്താണ്? അതായത് സരോജിനി നായിഡുവിൻ്റെ കവിതകളിൽ ആ ഒരു സംഗീതത്തിൻ്റെ അരിഞ്ഞു ചേരുന്ന ആ ഒരു ഭാവങ്ങളും പിന്നെ അതിലെ വരികളുടെ ഭംഗിയും എല്ലാം കണ്ട് മഹാത്മാഗാന്ധി ആണ് സരോജിനി നായിഡുവിന് നൈറ്റിംഗേൾ ഓഫ് ഇന്ത്യ എന്ന പേര് നൽകി വിളിച്ചത്. പ്രശസ്തമായിട്ടുള്ള അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറയുന്നത് ദ ഗോൾഡൻ ത്രഷോൾഡ്, സെക്കൻഡ് വൺ വരുന്നതാണ് ദ ബേർഡ് ഓഫ് ടൈം ആൻഡ് ദ തേർഡ് വൺ ഇൻ ദ ബസാസ് ഓഫ് ഹൈദരാബാദ്. ഇത്രയാണ് പ്രധാനപ്പെട്ട കൃതികൾ. പിന്നെ വരുന്നത് എന്താണ്? നമുക്ക് കൂടുതൽ പറയുകയാണെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ വനിതാ പ്രസിഡൻ്റായിരുന്നു സരോജിനി നായിഡു. അതുപോലെ തന്നെ ഉത്തർപ്രദേശിലെ ആദ്യ വനിതാ ഗവർണറായിരുന്നു സരോജിനി നായിഡു. ഇനി നമുക്ക് ഈ പോയത്തിലൂടെ നമുക്ക് പോകാം. എങ്ങനെയാണ് സരോജിനി നായിഡുവിൻ്റെ പോയത്തിൻ്റെ വരികളുടെ ഭംഗിയൊക്കെ എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ ഒരു ഭാവാത്മകത നമുക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ എന്നെല്ലാം നോക്കാം. ഓക്കെ, 5 സെക്ഷനായിട്ട് അല്ലെങ്കിൽ 5 സ്റ്റാൻസാസ് ആയിട്ടാണ് ഈ ഒരു കവിത എഴുതിയിരിക്കുന്നത്. ചെറിയൊരു കവിതയാണ്, അത് ഒരു 5 സ്റ്റാൻസ ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഈ കവിതയുടെ ഇതിവൃത്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈദരാബാദിലെ കച്ചവടങ്ങളുടെ സ്ഥലങ്ങളുടെ മനോഹരമായ ഒരു ചിത്രമാണ് ഈ ഒരു കവിതയിലൂടെ നമുക്ക് വിവരിച്ചു തരുന്നത്. വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള ആളുകളും സാധനങ്ങൾ വാങ്ങുവാനും വിൽക്കുവാനുമായി ഒത്തുചേരുന്ന ഒരു ബസാറുകളുടെ ജീവിത രീതിയെ ആണ് കവിയത്രി അതിമനോഹരമായി വരച്ചു കാട്ടുന്നത്. വർണ്ണാഭമായ കാഴ്ചകളും തിരക്കേറിയ ജനക്കൂട്ടവും കച്ചവടത്തിൻ്റെ താളവും ഈ കവിതയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. വെറും ഒരു കമ്പോളത്തിൻ്റെ വിവരണം എന്നതിലുപരി ജീവിതത്തിൻ്റെ ഊർജ്ജസ്വലമായ ഒരു ആഘോഷം കൂടിയാണ് ഈ കവിത. ഹൈദരാബാദിലെ കച്ചവടത്തെയും സംസ്കാരത്തെയും അടുത്തറിയാൻ സരോജിനി നായിഡുവിന് നമ്മളെ ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ കടകളിൽ നിന്നും തിളങ്ങുന്ന പട്ടുതുണികളുടെ വ്യാപാരശാലകൾ പിന്നെ വരെ ഓരോ ബസാറിലെ ഓരോ കോണും അതിൻ്റേതായ ഊർജ്ജത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. കച്ചവടം, പാരമ്പര്യം, മനുഷ്യബന്ധങ്ങൾ എന്നിവയുടെ സങ്കീർണത ഈ കവിതയിലൂടെ അനാവരണം ചെയ്യപ്പെട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റാൻസേഴ്സും നോക്കാം, എന്തൊക്കെയാണ് ഈ ഒരു കവിതയിൽ പറയുന്നത് എന്നൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് ഹൈദരാബാദിലെ കച്ചവടത്തെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ? ബസാർസ്, അതായത് ആ ബസാർസിൽ എങ്ങനെയായിരിക്കും? എല്ലാ തരത്തിലുള്ള കച്ചവടക്കാരും ഉണ്ടാവും അല്ലേ? അപ്പോൾ അതെല്ലാം വാങ്ങാൻ വേണ്ടി വരുന്ന വിവിധ തരത്തിലുള്ള വിവിധ സ്ഥലങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള ആൾക്കാരും ഉണ്ടാവും. അതായത് ചിലപ്പം ടൂറിസ്റ്റ് പ്ലേസ് ആയതിനാൽ ഹൈദരാബാദ്, അതായത് നമ്മളൊക്കെ എന്ത് ചെയ്യും? നമ്മളൊക്കെ ഓരോ സ്ഥലങ്ങളിലേക്ക് ടൂർ പോകുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ ഈ ഭാഗത്തേക്കൊക്കെ ടൂർ വരുന്നവരൊക്കെ എന്ത് ചെയ്യും? ഓരോ കടകളിൽ കയറിയിട്ട് ചിലപ്പോൾ അവരുടെ കയ്യിലുള്ള സാധനങ്ങളായിരിക്കും, ചിലപ്പോൾ അങ്ങനത്തെ കണ്ടിട്ടുണ്ടാവും, സ്വന്തം നാടുകളിൽ കണ്ടിട്ടുണ്ടാവും. എങ്കിൽ നമ്മൾ മറ്റൊരു സ്ഥലത്ത് പോകുമ്പോൾ ആ സാധനങ്ങളോടൊക്കെ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ ഇഷ്ടം തോന്നും അല്ലേ? അതേപോലെ ഹൈദരാബാദ് അല്ലെങ്കിൽ ബോംബെ അങ്ങനെയൊക്കെ പറയുന്ന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ കുറേ ധാരാളം കച്ചവടക്കാർ ഒരു ഏരിയ തന്നെയായിരിക്കും. അത് കച്ചവടക്കാരുടെ ഒരു ഇരിപ്പിടമായിട്ടുള്ള ഒരു ഏരിയ തന്നെയായിരിക്കും. ആ ഏരിയയിൽ പലതരത്തിലുള്ള കച്ചവടക്കാരുണ്ടാവും. ചിലപ്പം ഒരു സ്ഥലം ഫുള്ള് വസ്ത്രവ്യാപാരങ്ങളായിരിക്കും, ചിലപ്പോൾ ഒരു സ്ഥലം ഫുള്ള് ഒരു ബസാർ ഫുള്ള് എന്താ പറയുക ആഭരണങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ആൻറ്റിക് കളക്ഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ പലചരക്ക് അതായത് സുഗന്ധവ്യഞ്ജനങ്ങളായിരിക്കാം. അങ്ങനെ പല സാധനങ്ങൾ, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിൻ്റെ സാധനങ്ങളായിരിക്കാം. അങ്ങനെ പല സാധനങ്ങളുടെയും കുറേ ആൾക്കാർ ഇവിടെ നിന്നൊക്കെയോ എത്തിയിട്ടുള്ള കുറേ ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ ഹോൾസെയിലായിട്ട് കൊടുക്കുന്നവരുണ്ടാവും, ചിലപ്പം റീറ്റെയിലായിട്ട് സാധനങ്ങൾ അപ്പം വേണ്ടി വരുന്നവർക്ക് കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ പല ആൾക്കാരും ഉണ്ടാവും അല്ലേ? അങ്ങനെയുള്ള ആ ഒരു കച്ചവട സ്ഥലത്തെക്കുറിച്ചാണ് ഇവിടെ സരോജിനി നായിഡു അവരുടെ കവിതകളിലൂടെ നമ്മളോട് പറയുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റാൻസ് നോക്കാം നമുക്ക്. വാട്ട് ഡു യു സെൽ ഓ യർ മർച്ചൻസ്? എന്താ ചോദിക്കുന്നത്? അല്ലയോ കച്ചവടക്കാരാ, നിങ്ങൾ എന്താണ് ഇവിടെ സെല്ല് ചെയ്യുന്നത്? നിങ്ങൾ എന്താണ് ഇവിടെ വിൽക്കുന്നത്? റിച്ച്ലി യുവർ വെയേഴ്സ് ആർ ഡിസ്പ്ലേഡ്. ഇവിടെ വളരെ വില കൂടിയിട്ടുള്ള വസ്തുക്കളാണല്ലോ നിങ്ങൾ നിരത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്നത്, മനോഹരമായി നിരത്തി വെച്ചിരിക്കുന്നത് വളരെ വില കൂടിയ വസ്തുക്കളാണല്ലോ. ടർബൻസ് ഓഫ് ക്രിംസൺ ആൻഡ് സിൽവർ, ടൂണിക്സ് ഓഫ് പർപ്പിൾ ബ്രൊക്കേഡ്. എന്താ പറയുന്നത്? ടർബൻസ് ഓഫ് ക്രിംസൺ ആൻഡ് സിൽവർ, ചുവപ്പും വെള്ളിയുമുള്ള തലപ്പാവുകൾ കാണാം. പിന്നെയോ ട്യൂണിക്സ് ഓഫ് പർപ്പിൾ ബ്രൊക്കേഡ്, വിലയേറിയ കുപ്പായങ്ങൾ കാണാം. പിന്നെയോ മിറേഴ്സ് വിത്ത് പാനൽസ് ഓഫ് ആംബർ പാനലുകളുള്ള കണ്ണാടികൾ കാണാം. പിന്നെയോ ഡാഗേഴ്സ് വിത്ത് ഹാൻഡിൽസ് ഓഫ് ജെയ്ഡ് കല്ലുകൾ പതിപ്പിച്ചിട്ടുള്ള കൈപ്പിടിയുള്ള കത്തികൾ എല്ലാം ഇവിടെ ലഭ്യമാണ്. അപ്പോൾ ഒരു ഭാഗത്ത് എത്തിയപ്പോഴേക്കും അവിടെ കാണുന്ന കച്ചവടക്കാരെ കണ്ടിട്ട് അതിശയത്തോടു കൂടി പറയുകയാണല്ലേ സരോജിനി നായിഡു പറയുകയാണ്. എന്താ പറയുന്നത്? ഇവിടെ ധാരാളം സാധനങ്ങളുണ്ടല്ലോ, അതും വളരെ വില കൂടിയിട്ടുള്ളതും വളരെ മനോഹരമായിട്ടുള്ള സാധനങ്ങളാണല്ലോ ഇവിടെ കാണുന്നത്. ചുവപ്പും വെള്ളിയും നിറമുള്ള തലപ്പാവുകൾ കാണാൻ കഴിയുന്നുണ്ട്, വളരെ വിലയേറിയ കുപ്പായങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്, ആംബർ പാനലുകളുള്ള കണ്ണാടികൾ കാണാൻ കഴിയുന്നുണ്ട്, കല്ലുകൾ പതിപ്പിച്ചിട്ടുള്ള കത്തികൾ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. എത്ര മനോഹരമാണ് ഈ കാഴ്ചകളെല്ലാം എന്ന് പറയുകയാണ്. ഇനി അടുത്ത സെക്ഷൻ, അത്രയേ ഉള്ളൂ ഫസ്റ്റത്തെ സ്റ്റാൻസ്. ഇനി സെക്കൻഡ് സ്റ്റാൻസിൽ എന്താ പറയുന്നത് നോക്കാം. ഇതിലുള്ള ഈ ഒരു സ്റ്റാൻസിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം നമുക്ക്. ഹൗ ഡസ് ദ പോയറ്റ് ക്രിയേറ്റ് എ വിവിഡ് ഇമേജ് ഓഫ് ദി ബസാർ? ബസാറിനെ കുറിച്ച് ഒരു വിവിഡ് ഇമേജ് എങ്ങനെയാണ് നമ്മുടെ പോയറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ്? വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കളറുകളിൽ, അല്ലെങ്കിൽ വളരെ വില കൂടിയ സാധനങ്ങൾ, അങ്ങനെ പല രീതിയിലാണ് ഇവിടെ ഈ ഒരു 4 വരികളിലൂടെ കച്ചവടക്കാരുടെ കയ്യിലുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഐറ്റംസിനെ കുറിച്ചിട്ട് എല്ലാം വിശദീകരിച്ച് വെച്ചിരിക്കുന്നത് അല്ലേ? പല ചുവപ്പും വെള്ളയും, അല്ലെങ്കിൽ സിൽവർ കളറും ക്രിംസൺ കളറും, അല്ലെങ്കിൽ പർപ്പിൾ കളറിലുള്ള സാധനങ്ങളും, അതേപോലെ തന്നെ വളരെ ലക്ഷറിയസ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, ആംബർ, ജെയ്ഡ്,
ബ്രൊക്കേഡ് ഇങ്ങനത്തെ ലക്ഷൂറിയസ് ആയിട്ടുള്ള സാധനങ്ങളും അതേപോലെ തന്നെ എന്താണ് വളരെ വില കൂടിയിട്ടുള്ള കുറേ ഐറ്റംസ് എന്തൊക്കെയാണ് ടർബൻസ്, ട്യൂണിക്സ്, മിറേഴ്സ്, ഡ്രാഗേഴ്സ് എന്നിങ്ങനെ കുറേ സാധനങ്ങൾ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ അല്ലെങ്കിൽ വായിക്കുന്ന വായനക്കാർക്ക് മനസ്സിലാകുന്ന ആ ഒരു കച്ചവട സ്ഥലത്ത് ധാരാളം സാധനങ്ങൾ വില കൂടിയിട്ടുള്ള വളരെ പല വർണ്ണങ്ങളിലുള്ള സാധനങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന രീതിയിലാണ് വിശദീകരിച്ച് തന്നിരിക്കുന്നത്. ഇതിൽ ആ ചെറിയൊരു സ്റ്റാൻസിയാണ്, പക്ഷേ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, സെക്കൻഡ് സ്റ്റാൻസ് നോക്കാം. ഇനി സെക്കൻഡ് സെക്ഷൻ. വാട്ട് ഡു യു വേ ഓ എ വെൻഡേഴ്സ് സഫ്രോൺ ആൻഡ് ലെൻറ്റിൽ ആൻഡ് റൈസ്. എന്താ പറയുന്നത്? കച്ചവടക്കാർ കുങ്കുമവും അതേപോലെ തന്നെ പരിപ്പ്, അരി എന്നിവയെല്ലാം തൂക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെയോ വാട്ട് ഡു യു ഗ്രൈൻഡ് ഓ യുവർ മെയ്ഡൻസ്. പെൺകുട്ടികളാണെങ്കിൽ എന്താ ചെയ്യുന്നത്? ചന്ദനങ്ങൾ, അതായത് സാൻഡൽവുഡ്, ഹെന്ന ആൻഡ് സ്പൈസ്. ചന്ദനവും അല്ലെങ്കിൽ മൈലാഞ്ചി, മസാല എന്നിവ അരയ്ക്കുന്നുണ്ട്, ഗ്രൈൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. പിന്നെയോ വാട്ട് ഡു യു കോൾ ഓ എ പെഡൽസ് ചെസ്മാൻ ഓർ ഐവറി ഡൈസ്. ചെറു കച്ചവടക്കാർ എന്താ ചെയ്യുന്നത്? ചതുരംഗ പാവകളും ആനക്കൊമ്പിൽ തീർത്ത ചതുരംഗ കട്ടകളും വിൽക്കുന്നുണ്ട്. അപ്പോൾ ഓരോ കടകളിലും വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതിയിലുള്ള സാധനങ്ങളാണുള്ളത് അല്ലേ. ഒരു കൂട്ടം ആൾക്കാർ എന്താണ് ചെയ്യുന്നത്? കുങ്കുമവും പരിപ്പും അരിയും എല്ലാം തൂക്കി വിൽക്കുകയാണ്. പെൺകുട്ടികളാണെങ്കിലോ മൈലാഞ്ചിയും ചന്ദനവും മസാലകളും എല്ലാം അരയ്ക്കുകയും അത് അരച്ച് വിൽക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള ചെറു കച്ചവടക്കാർ എന്താ ചെയ്യുന്നത്? ചതുരംഗ പാവകളും ആനക്കൊമ്പിൽ തീർത്തിട്ടുള്ള ചതുരംഗ കട്ടകളെല്ലാം വിൽക്കാൻ ശ്രമിക്കുകയാണ്. ആ ഒരു ഭാഗത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ക്വസ്റ്റ്യൻ വാട്ട് ഡു യു കോൾ ഓ എ പെഡൽ. എന്താ പറയുന്നത്? നിങ്ങൾ എന്താണ് ഇവിടെ ഈ ഒരു ചെറു കച്ചവടക്കാരെ നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്? എന്തിനെയാണ് നിങ്ങളിവിടെ വിൽക്കാൻ ശ്രമിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. എന്തിനാണ് അവർ വിൽക്കാൻ ശ്രമിക്കുന്നത്? അവരുടെ കയ്യിലുള്ള ഐവറി ഡൈസിനെയും ചെസ്മെനെയൊക്കെയാണ് അവരവിടെ വിൽക്കാൻ ശ്രമിക്കുന്നത് അല്ലേ. ഓക്കെ, ഇനി അടുത്തത് നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോകാം നമുക്ക്. നെക്സ്റ്റ് സെക്ഷനിൽ എന്താ പറയുന്നത്? വാട്ട് ഡു യു മേക്ക് എ ഗോൾഡ് സ്മിത്ത്. ഗോൾഡ് സ്മിത്ത് എന്ന് പറഞ്ഞാൽ ആരാണ്? സ്വർണ്ണപ്പണിക്കാർ അല്ലേ. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? സ്വർണ്ണപ്പണിക്കാർ എന്താണ് ഇവിടെ ചെയ്യുന്നത്? ബ്രിസ്ലെറ്റ് ആൻഡ് ആംഗ്ലെറ്റ് ആൻഡ് റിംഗ്. അവരെന്താ ചെയ്യുന്നത്? മോതിരങ്ങളും കൈവളകളും അല്ലെങ്കിൽ കാലിലിടുന്ന കൊലുസുകളെല്ലാം ഉണ്ടാക്കുകയാണ്. ബെൽസ് ഫോർ ദ ഫീറ്റ് ഓഫ് ബ്ലൂ പീജിയൻസ്. കുരുവികളുടെ കാൽമണികളും അതേപോലെ തന്നെ ഫ്രെയിൽ ആസ് എ ഡ്രാഗൺ ഫ്ലൈസ് വിങ്. ഗിർഡിൽസ് ഓഫ് ഗോൾഡ് ഫോർ ഡാൻസേഴ്സിന് വേണ്ടിയിട്ടുള്ള അരപ്പട്ടകൾ, സ്വർണ്ണ അരപ്പട്ടകളും അതേപോലെ തന്നെ കബാർഡ്സ് ഓഫ് ഗോൾഡ് ഫോർ ദി കിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ രാജാവിന് വേണ്ടിയിട്ട് വാളുറകളും എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. അതായത് രാജാവിൻ്റെ വാളുകളെല്ലാം സൂക്ഷിക്കുന്ന ഉറകൾ, പൊന്നുറകളായിട്ട് അതെല്ലാം വാളുറകളെല്ലാം ഉണ്ടാക്കുന്നുണ്ടെന്ന് പറയുകയാണ്. അതെല്ലാം ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ. ഇനി അടുത്തത് സെക്ഷൻ 4. വാട്ട് ഡു യു ക്രൈ ഓ എ ഫ്രൂട്ട് മാൻ സിട്രൻ പൊമോഗ്രാനൈറ്റ് ആൻഡ് പ്ലം. വാട്ട് ഡു യു പ്ലേ ഓ മ്യൂസീഷ്യൻസ് ഗിത്താർ സാരംഗി ആൻഡ് ഡ്രം. വാട്ട് ഡു യു ചാൻറ്റ് എ മജീഷ്യൻസ് സ്പെൽസ് ഫോർ എയോൺ ടു കം. ഇവിടെ ചോദിക്കുകയാണ് ആരൊക്കെയാണുള്ളത്. ഫസ്റ്റ് വന്നത് ആരാണ്? ഫ്രൂട്ട്മാൻ ആണ് അല്ലെങ്കിൽ പഴം വിൽക്കുന്ന ആളാണ് അല്ലേ. പഴം കച്ചവടക്കാരനാണ്. അയാളോട് ചോദിക്കുകയാണ് എന്തിനാണ് നിങ്ങൾ കരയുന്നത്? ചെറുനാരങ്ങയും മാതള നാരങ്ങയും എന്നിങ്ങനെ പഴങ്ങളെല്ലാം നിങ്ങളിവിടെ പേര് വിളിച്ച് വിൽക്കുന്നുണ്ടല്ലോ, ആൾക്കാരെ വിളിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ എന്താണ് ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. നിങ്ങൾ ഈ പൊമോഗ്രാനൈറ്റും സിട്രണും അല്ലെങ്കിൽ പ്ലം എല്ലാം വിൽക്കുന്ന ആളാണല്ലോ. അടുത്തതായിട്ട് ഞാൻ കാണുന്നത് അതായത് സിത്താറും അല്ലെങ്കിൽ സാരംഗി ഡ്രമ്മൊക്കെ വായിക്കുന്ന സംഗീതജ്ഞന്മാരെയാണല്ലോ ഇവിടെ കാണാൻ കഴിയുന്നത്. ഈ മാർക്കറ്റിൽ ഫുള്ളും അവരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, സംഗീതം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണല്ലോ. പിന്നീട് കാണുന്നത് ഇതാരാണ്? മജീഷ്യൻ ആണല്ലോ. എന്തൊക്കെയോ ഭാവി കാലത്തെക്കുറിച്ചുള്ള വേണ്ടിയുള്ള മന്ത്രങ്ങളെല്ലാം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മാന്ത്രികരെയാണല്ലോ ഇനി ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നെല്ലാം പറയുകയാണ്. ഇനി അടുത്ത 5th സ്റ്റാൻസയിൽ എന്താ പറയുന്നത് നോക്കാം. ലാസ്റ്റ് സ്റ്റാൻസയാണ് 5th സ്റ്റാൻസയിൽ എന്താ നോക്കാം. വാട്ട് ഡു യു വീവ് ഓ ഫ്ലവർ ഗേൾസ്. പൂക്കാരികളെ അല്ലെങ്കിൽ പൂവുകൾ വിൽക്കുന്ന പൂക്കാരികളെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? വിത്ത് ടെസൽസ് ഓഫ് എസ്വർ ആൻഡ് റെഡ്. എന്താ പറയുന്നത്? നീലയും ചുവപ്പും നിറത്തിലുള്ള വധൂവരന്മാർക്കുള്ള കിരീടവും മാലയും നെയ്യുകയാണ്. ക്രോൺസ് ഫോർ ദ ബ്രോ ഓഫ് ദി ബ്രൈഡിനും ബ്രൈഡ് ഗ്രൂമിനും എല്ലാം വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് പൂമാലകളും അല്ലെങ്കിൽ കിരീടങ്ങളും എല്ലാം ഉണ്ടാക്കുകയാണോ? ചാപ്പൽസ് ടു ഗാർലാൻഡ് ഈസ് ബെഡ്. അവരുടെ ബെഡുകൾ ഗാർലൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ അലങ്കരിക്കുവാൻ വേണ്ടിയിട്ട് ഈ പൂക്കളുകളെല്ലാം നിങ്ങൾ ഉപയോഗിക്കാനാണോ? അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണോ നിങ്ങൾ? ഷീറ്റ്സ് ഓഫ് വൈറ്റ് ബ്ലോസംസ് ന്യൂ ഗാർലൻഡ് ടു പെർഫ്യൂം ദ സ്ലീപ്പ് ഓഫ് ദി ഡെഡ്. എന്താ പറയുന്നത്? അതോടൊപ്പം തന്നെ മരിച്ചവരുടെ കല്ലറകൾ അലങ്കരിക്കുവാനായി വെളുത്ത പൂക്കളും അവർ തയ്യാറാക്കുന്നുണ്ട് എന്ന് പറയുകയാണ് ഇവിടെ അല്ലേ. അപ്പോൾ ഈ കവിതയൊക്കെ എന്തിനെ സൂചിപ്പിക്കുന്നത്? ഇന്ത്യയിലെ പല സാധനങ്ങളെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ ഇന്ത്യയിലെ ഉൽപ്പന്നങ്ങളെക്കുറിച്ചെല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കവിതയാണല്ലേ. കാരണം എല്ലാ മേഖലകളുടെയും ഒരു ബസാറാണ് പറയുന്നത്. അവിടെ എല്ലാ തരത്തിലുള്ള ആൾക്കാരുണ്ട്, എല്ലാ സാധനങ്ങളുണ്ട്, അത് വാങ്ങാൻ ആൾക്കാരുണ്ട്. അപ്പോൾ ഓരോ സ്റ്റാൻസിയിലും ഓരോ ആൾക്കാരെക്കുറിച്ചിട്ടും അല്ലെങ്കിൽ ഓരോ കച്ചവടക്കാരെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ. ഓക്കെ, ഇനി നമുക്കിതിനെ ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻസ് ഒന്ന് നമ്മൾ നോക്കി. ഇനി അടുത്തത് ഡിസ്ക്രൈബ് ദ ഫ്ലവർ ഗേൾസ് റോൾ ഇൻ ദ ബസാർ. ബസാറിലെ ഫ്ലവർ ഗേളുടെ റോൾ എന്തായിരുന്നു? നമുക്കറിയാമല്ലോ. പൂക്കാരികൾ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവർ വധൂവരന്മാർക്കുള്ള കിരീടങ്ങളും അല്ലെങ്കിൽ അവർക്ക് വേണ്ട മാലകളെല്ലാം പച്ചയും ചുവപ്പും നിറത്തിലുള്ള അല്ലെങ്കിൽ നീലയും ചുവപ്പും നിറത്തിലുള്ള പല നിറങ്ങളിലുള്ള മാലകളെല്ലാം കോർത്തു വെക്കുകയാണ്. അതേപോലെ തന്നെ അവരുടെ പൂമെത്ത പോലെ ആക്കാൻ വേണ്ടിയിട്ട് അലങ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള പൂക്കളെല്ലാം റെഡിയാക്കുകയാണ്. അതോടൊപ്പം തന്നെ അവരെന്തും ചെയ്യുന്നുണ്ട്? മരിച്ചവരുടെ കല്ലറകൾ അലങ്കരിക്കാൻ വേണ്ടി വെളുത്ത പൂക്കളുകളും തയ്യാറാക്കുന്നുണ്ട് അല്ലേ.
ഓക്കെ, പിന്നെയോ നെക്സ്റ്റ്, ഹൗ ഡസ് ദ പോയറ്റ് കണക്ട് വെഡ്ഡിങ്സ് ടു ഫ്യൂണറൽ ഇൻ ദിസ് സ്റ്റാൻസ്. ഒരു സ്റ്റാൻസയിൽ തന്നെ വെഡ്ഡിങ്ങിനെ കുറിച്ചും അതേപോലെ തന്നെ ഫ്യൂണറൽസിനെ കുറിച്ചും പറയുന്നുണ്ട് അല്ലേ. കാരണം രണ്ടും നമ്മൾ എന്ത് ചെയ്യും, രണ്ടും നമ്മളുടെ ജീവിതത്തിൻ്റെ അതായത് ലൈഫ് സൈക്കിളിലെ ഒരു ഭാഗമാണ് രണ്ടും അല്ലേ. കല്യാണം എന്ന് പറയുന്നത് അതേപോലെ തന്നെ മരണം എന്ന് പറയുന്നത് രണ്ടും രണ്ട് രീതിയിലുള്ള ആഘോഷങ്ങളുമാണ്. പക്ഷേ ഈ രണ്ട് രീതിയിലുള്ള ആഘോഷങ്ങൾക്കും എന്ത് വേണം നമുക്ക്, മാലകൾ, ഫ്ലവർ ഗേൾസിന് വർക്കുകൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ രണ്ട് തരത്തിലുള്ള കാര്യങ്ങളെയും എന്ത് ചെയ്യുന്നുണ്ട്, ഒരേ സ്റ്റാൻസയിൽ തന്നെ നമ്മുടെ പോയറ്റ് പറയുന്നുണ്ട് അല്ലേ. ഓക്കെ, ഇനി അടുത്ത ചാപ്റ്റേഴ്സ് നോക്കാം നമുക്ക്.